ഷോയബ് അക്തർ, ബ്രെറ്റ്ലി എന്നിവർക്കൊപ്പം ചേർത്ത് വെക്കാൻ ഇന്ത്യക്ക് ഒരു തീപ്പൊരി പയ്യനെ കിട്ടിയിരുന്നു. യെസ്, മയങ്ക് യാദവ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അതെ, നമ്മുടെ ഷോയബ് അക്തറിനും ബ്രെറ്റ്ലിക്കും ഇവർക്കൊക്കെ ഒപ്പം നിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ മയങ്ക് യാദവ് എന്ന് പറയുന്ന ഒരു ചെക്കൻ വന്നിരിക്കുന്നു. വെറും 21 വയസ്സുള്ള നമ്മുടെ പയ്യൻ ആദ്യ മത്സരത്തിൽ തന്നെ വരവറിയിച്ചിരിക്കുകയാണ്. എളുപ്പത്തിൽ ജയിക്കുന്ന വിക്കറ്റ് നഷ്ടപ്പെടാത്ത 130 റൺ അവസ്ഥയിൽ നിന്നും 10 വിക്കറ്റ് ജയിക്കുമെന്ന് തോന്നിച്ചെടുത്തു നിന്നും നമ്മുടെ മയങ്ക് യാദവ് വന്നിരിക്കുന്നു. 3 വിക്കറ്റുകൾ. ചെക്കൻ്റെ പന്ത് തൊടാൻ തന്നെ മറ്റുള്ളവർക്കൊന്നും പേടിയാണ്. കാരണം തട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ അത് വിക്കറ്റ് വീഴുന്ന അവസ്ഥയാണ്. ആ ഒരു ലെവലിലാണ് നമ്മുടെ ചെക്കൻ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഞാനങ്ങനെ വാനോളം പുകഴ്ത്തി ഒന്നുമല്ല, കാരണം അത്രയ്ക്ക് ലൈനും ലെങ്ത്തിലുമാണ് ചെക്കൻ പന്തെറിയുന്നത്. വളരെ പെർഫെക്റ്റ് ആയിട്ട്, വളരെ ലൈനിലും ലെങ്ത്തിലും വേഗതയോടും കൂടിയിട്ടാണ് ചെക്കൻ പന്തെറിയുന്നത്. പന്തിൻ്റെ 155.8, അതായത് 156 അടുത്ത് ചെക്കന് ഇപ്പോൾ തന്നെ പന്തെറിയുന്നുണ്ട്. കുറച്ചും കൂടി ട്രെയിനിങ് ലഭിച്ചാൽ ചിലപ്പോൾ ഷോയബ് അക്തറിനെയോ ഇവരെയൊക്കെ മറികടക്കാൻ ചെക്കൻ പറ്റുമായിരിക്കും. 100% പറ്റുമായിരിക്കും എന്നല്ല, പറ്റും. കാരണം അത്രയ്ക്കും പെർഫെക്റ്റ് ആണ്. അത്രയ്ക്കും ലൈൻ ആൻഡ് ലെങ്ത്ത് പെർഫെക്റ്റ്. അത് ബാറ്റ് കൊണ്ടൊന്ന് തട്ടിയിടാൻ പോലും ആളുകൾക്ക് ചിന്തിച്ച് നിൽക്കുന്ന ആ ഒരു അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ബോളി. കാരണം പന്ത് കുത്തിയിട്ട് പിന്നീട് കാണുന്ന ഓർമ്മയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ബാറ്റ്സ്മാൻമാരുടേത് എന്ന് ഞാൻ പുകഴ്ത്തുകയല്ല, അങ്ങനെയാണ് ചെക്കൻ. അതായത് പറഞ്ഞത് നമ്മുടെ ഇന്ത്യക്കും ഒരു സൂപ്പർ സ്റ്റാർ പിറവിയെടുക്കുന്നതിന് വേണമെങ്കിൽ പറയാം. കാരണം നമുക്ക് സെലക്ടർമാർ ഒന്ന് കണ്ണു തുറന്നാൽ നമുക്ക് ഈ T20 വേൾഡ് കപ്പിൽ തന്നെ നമുക്ക് നമ്മുടെ ചെക്കനെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റും. ഇതിൽ നമ്മുടെ വൺ ഡേയിലും എല്ലാത്തിലും എല്ലാ ഫോർമാറ്റിലും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബൗളറാണ് നമ്മുടെ മയങ്ക് യാദവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബുംറയോട് കൂടി ഓപ്പണിംഗ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിരിക്കും. ഇന്ത്യ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിരിക്കും. പക്ഷേ നമ്മുടെ ഷോയബ് അക്തറും വസീം അക്തറും ഒക്കെ ചെയ്തിരുന്ന പാകിസ്ഥാൻ ബോളിംഗ് മുറിച്ച് അതിനേക്കാളും മൂർച്ച കൂടിയ ബോളിംഗ് ആയിരിക്കും നമ്മുടെ ഇന്ത്യൻ നിരയുടെ നിന്ന് ഞാൻ 100% സംശയമില്ലാതെ പറയാം. കാരണം വെച്ചാൽ അത്രയ്ക്ക് പെർഫെക്റ്റ് ആണ് നമ്മുടെ മയങ്ക് യാദവും അതുപോലെ തന്നെ നമ്മുടെ ജസ്പ്രീത് ബുംറയും. രണ്ടുപേരും വന്നാൽ ബാറ്റ്സ്മാൻമാരെ വെള്ളം കുടിപ്പിക്കുന്ന വാക്ക് അത്രയ്ക്ക് പെർഫെക്റ്റ് ആണ്. തീർച്ചയായിട്ടും ബാറ്റ്സ്മാൻമാരെ വെള്ളം കുടിപ്പിക്കും. അതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നിരിക്കുന്നത് നമ്മുടെ മയങ്ക് യാദവിനെ കുറിച്ചാണ്. ഇന്നത്തെ വീഡിയോ ഞാൻ ഈ ഒരു ചെക്കനെ പുകഴ്ത്താൻ വേണ്ടി തന്നെയാണ്. കാരണം പെർഫെക്റ്റ് ആയിട്ടുള്ളവരാണ്, 100% പെർഫെക്റ്റ് ആയിട്ട് ബോൾ ചെയ്യുന്നവരാണ്. അത്രയ്ക്ക് നല്ല രീതിയിൽ പോകുന്നവരത്തിന് നമുക്ക് നാലാളിലേക്ക് എത്തിക്കാൻ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെൽ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് മുഴുവൻ നിങ്ങൾക്ക് ഫ്രഷ് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. പിന്നെ ഞാൻ ചോദിക്കാൻ വന്നത് നമ്മുടെ മയങ്ക് യാദവിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ പറയൂ. ഇദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ കളി കണ്ട ആൾക്കാരുണ്ടാവും. അവരെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നമ്മുടെ മയങ്ക് യാദവിനെ കുറിച്ചിട്ട്? കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.